ഹായ് ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫെമിനൈൻ ഹൈജീൻ, അതായത് നമ്മളുടെ ഹൈജീൻ, പ്രൈവറ്റ് ഹൈജീൻ, നമ്മളുടെ ഹൈജീൻ, നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മളെ സ്മെല്ല് ചെയ്യുന്ന വിധം. കാരണം നിറയെ പേരും ഇന്ത്യൻസിനെ ദേ ആർ സ്മെല്ലിങ് അഗ്ലി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പുറത്തൊക്കെ. സോ ഇതിൻ്റെയൊക്കെ ഒരു കാരണമുണ്ട് നമ്മൾക്ക്. അതുപോലെ തന്നെ ഫെമിനൈൻ ഹൈജീൻ എങ്ങനെയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, നമ്മളെങ്ങനെയാണ് നമ്മളെ നല്ല ഒരു വിയർപ്പ് മണമില്ലാതെ, പ്രത്യേകിച്ചും മെനോപ്പസ് പീരീഡിൽ നമ്മൾക്ക് ഒരു സ്മെൽ ഉണ്ടാവും. കാരണം പീരീഡ്സ് ഇറഗുലറായിട്ട് ഉണ്ടായിരിക്കും, നമ്മൾക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് വിയർക്കും അല്ലേ, ഹോട്ട് ഫ്ലഷസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഓവറായിട്ടൊരു വിയർപ്പ് നാറ്റവും നമ്മൾക്ക് ബോഡിക്കൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളെ തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ എങ്ങനെയാണ് നമ്മളുടെ ബോഡിയെ നമ്മൾ പോകുന്നിടത്തൊക്കെ നമ്മളെ ഒരു നല്ല സ്മെല്ലുണ്ടാകുക, നമ്മൾക്കതൊരു പ്രൗഡാണല്ലോ. എനിക്ക് കിട്ടിയ കോംപ്ലിമെൻറ്റിൽ നല്ല ഒരു ശതമാനം കോംപ്ലിമെൻറ്റും ആണ് മൈ പെർഫ്യൂം, അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പാസ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ല്. നമ്മൾക്ക് കിട്ടാവുന്ന കോംപ്ലിമെൻറ്റിൽ വെച്ച് ഏറ്റവും നല്ലൊരു കോംപ്ലിമെൻ്റാണ് യു ആർ സ്മെല്ലിങ് ഗുഡ് എന്ന് പറയുന്നത്. നമ്മളെ അറിയാവുന്നവരിൽ നിന്നും അല്ലെങ്കിൽ അറിയാൻ വയ്യാത്തവരിൽ നിന്നും, അല്ലെങ്കിൽ നമ്മളൊരു മീറ്റിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ നിൽക്കുമ്പോഴോ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ തന്നെ നമ്മളോട് യു ആർ സ്മെല്ലിങ് ഗുഡ്, യുവർ പ്രസൻസ് ഈസ് ഹാവിങ് നല്ലൊരു സ്മെല്ലെന്ന് പറയുന്നത് നല്ലൊരു കോംപ്ലിമെൻ്റാണ് അല്ലേ. കുറേ നാളുകളായിട്ട് എനിക്ക് അങ്ങനത്തെ കോംപ്ലിമെൻറ്റ് കിട്ടാറുണ്ട്. ഒരു ചില ഒക്കേഷൻസ് ഞാൻ ഓർത്തും വയ്ക്കാറുണ്ട്. അതിൽ ഞാൻ കുറേ ഓർത്തിരിക്കുന്ന കമൻസുകളുണ്ട്. അതിലൊന്നാണ്, ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട്, അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. ജസ്റ്റ് വിസിറ്റ് ചെയ്തപ്പോൾ കുറച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വിദ്യ യുവർ സ്മെൽ ഈസ് സോ ഗുഡ്, എന്ത് പെർഫ്യൂം യൂസ് பண்ணுறேன், ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നതെന്ന്. സോ അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ എപ്പോഴും പറയും ആ ഒരു കാര്യം. ഞാൻ അവസാനം ആ പെർഫ്യൂം ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ട്. എൻ്റെ സിസ്റ്റർ തന്നെ പറയാറുണ്ട്, നീ വന്നിട്ട് പോകുമ്പോൾ ഇവിടെ നല്ലൊരു സ്മെല്ലാണ്, നിൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ ഞങ്ങൾ ചിലപ്പോൾ അവിടെ വെച്ചിട്ട് വരുമ്പോൾ നിൻ്റെ ഡ്രസ്സിനൊക്കെ നല്ലൊരു സ്മെല്ലാണ്. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്ന കുറച്ച് നല്ല നല്ല മെമ്മറീസാണ്. നമ്മൾ പാസ് ചെയ്തു പോയാലും നമ്മളുടെ സ്മെല്ല് അവരെ ഓർത്തിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ മണവും പാട്ടുകളുമൊക്കെ ഓരോ പേഴ്സൻ്റെ ഒരു മെമ്മറി ആയിട്ട് നമ്മൾ കൊണ്ട് നടക്കാറില്ല. ചില മണം വരുമ്പോൾ നമ്മൾ ചിലരെ ഓർക്കും അല്ലേ, അല്ലെങ്കിൽ ചില ഫുഡിൻ്റെ മണം വരുമ്പോൾ നമ്മളുടെ അമ്മയെ ഓർക്കും, ചില പൂക്കൾ വിരിയുമ്പോൾ നമ്മൾ ചില ഒരു സിറ്റുവേഷൻ ഓർക്കും, മഴയുടെ മണം, അങ്ങനെ കുറേ ഉണ്ടല്ലേ നമ്മളുടെ നൊസ്റ്റാൾജിക് മെമ്മറിയിൽ കൂടെ. അതുപോലെ തന്നെ ചിലരെ നമ്മൾക്ക് ഒരു വിയേർഡ് സ്മെല്ല് നമ്മൾ ഓർക്കാറുണ്ട്. സോ ഇങ്ങനെ നല്ല സ്മെല്ലുണ്ടാകുന്നതും അല്ലെ, നമ്മളെ ഓർക്കുമ്പോൾ നല്ല സ്മെല്ല് വരുമ്പോൾ, അല്ലെ നമ്മൾ സ്മെല്ല് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഓർക്കുന്നതും, ഇങ്ങനെ ഒരു നല്ല നമ്മളൊരു ബോഡിയുടെ നമ്മളെ ഒരു നല്ല സ്മെല്ല് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു സാധാരണമായിട്ട് ബൈ ബർത്തിലൊന്നും ഉണ്ടാകുന്നില്ല, നമ്മളുടെ ഹാബിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. സോ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്മെല്ല് നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങളുടെ പ്രസൻസ് നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ലോടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കണം. നമ്മുടെ ഫെമിനൈൻ ഹാബിറ്റ്സ് നോക്കണം, ഫെമിനൈൻ ഹൈജീൻ നോക്കണം, അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ നോക്കണം, എന്താണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നതെന്ന് നമ്മൾ അറിയണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ പെർഫ്യൂം എങ്ങനെയാണ് ലെയർ ചെയ്യേണ്ടതെന്ന് നമ്മൾക്ക് നോക്കാം. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ ബോഡിയിൽ നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ടാവും, നല്ലൊരു സ്മെല്ലുണ്ടാവും. നമ്മൾ ഇതിനു വേണ്ടി ഒരു ജേർണി തന്നെ സ്റ്റാർട്ട് ചെയ്താൽ എപ്പോഴും നമ്മൾക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾക്കിതിന് ചെയ്യേണ്ടത് ഉള്ളിൽ നിന്നും വെളിയിലേക്ക് എന്താണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് നോക്കാം. ഇതിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന 3 കാര്യങ്ങൾ: നമ്മളുടെ ഹോർമോൺ, നമ്മൾ എന്താണ് കഴിക്കുന്നത്, നമ്മളുടെ സ്ട്രെസ് ലെവൽ എന്താണ്. ഇതെല്ലാം തന്നെ നമ്മളുടെ സ്മെല്ലിനെ ബാധിക്കും. നമ്മളുടെ സ്മെല്ല് നമ്മൾക്ക് തന്നെ ചിലപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വിയർപ്പ് നിറഞ്ഞ് കുളിച്ചിട്ട് വന്നിട്ട് ഉടനെ വിയർപ്പ് നിറഞ്ഞല്ലോ എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ ഈ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയുടെ സ്മെല്ല് നമ്മൾക്ക് തന്നെ നല്ല പ്ലസൻ്റായിട്ട് ഫീൽ ചെയ്യും. ഇതിലും ഞാൻ ഫസ്റ്റ് പറയുന്നത് നമ്മളുടെ സ്ട്രെസ് ലെവലിനെ കുറിച്ച് തന്നെയാണ്. നമ്മൾ കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്ന ദിവസവും നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മൾക്ക് കുറച്ച് ബാഡ് ബോഡി ഓഡർ ഉണ്ടെന്ന്. അതായത് കുറച്ച് നമ്മളുടെ ബോഡിയിൽ കുറച്ച് വിയർപ്പ് നാറ്റം ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മളുടെ സ്ട്രെസ് കൊണ്ട് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ബാധിക്കും, നമ്മളുടെ സ്വെറ്റ് ഗ്ലാൻഡ്സ് കൂടുതൽ പ്രവർത്തിക്കും. സോ ഇതെല്ലാം അല്ലാതെ തന്നെ സ്ട്രെസ് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. നന്നായിട്ട് വിയർക്കുമ്പോൾ
ആ വിയർപ്പിൽ കൂടുതൽ ബാക്ടീരിയ പ്രവർത്തിക്കുകയും കൂടുതൽ ബാഡ് സ്മെൽ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ സ്ട്രെസ്സും നമ്മളുടെ ബോഡിയുടെ ബാഡ് സ്മെല്ലിന് ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ സ്ട്രെസ്സിന് ഉറപ്പായിട്ടും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ കൂടുതൽ സ്ട്രെസ് ഉണ്ട്, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണുന്നതല്ല. ഈ സ്ട്രെസ്സും ടെൻഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ടെൻഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതാണ്. കറണ്ടായിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് ഓവർ തിങ്കിങ് ചെയ്യുന്നതിനാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ്സ് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാണ്. ടെൻഷനും നമ്മൾക്ക് ഉറപ്പായിട്ടും ഒഴിവാക്കിയേ മതിയാവുള്ളൂ. ടെൻഷൻ വേണ്ട, സ്ട്രെസ്സും വേണ്ട. ഇത് രണ്ടും ഒന്ന് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിൻ കെയറിനും നല്ലതാണ്, നമ്മളുടെ ബോഡി ഓർഡറിനും അത് നല്ലതാണ്. സ്ട്രെസ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ കൂടുതൽ വിയർക്കുന്ന ദിവസം നമ്മൾക്കൊരു എന്തായിരിക്കും, ഒരു ഇരുമ്പിൻ്റെ സ്മെല്ല്, ഒരു ഫിഷി സ്മെല്ലൊക്കെ നമ്മളുടെ ശരീരത്തുണ്ടാകും. അത് സ്ട്രെസ് കൊണ്ട് വിയർത്താലും നമ്മൾ പുറത്ത് പോയിട്ട് വിയർത്താലും എങ്ങനെയൊക്കെയാണെങ്കിലും വിയർക്കുമ്പോൾ ഇതുപോലെ ഒരു വിയേർഡായിട്ടുള്ള സ്മെൽ നമ്മൾക്ക് വരും. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് സ്മെല്ലാണ് ആ സമയത്ത്. നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വിയർപ്പിന് ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുകയും ചെയ്യും. നമ്മൾക്ക് വിയർപ്പെന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്നും വരുന്ന എക്സസ് ആയിട്ടുള്ള ടോക്സിൻസ് ഒക്കെ പുറത്ത് തള്ളാനായിട്ടുള്ള ശരീരം തന്നെ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഈ സ്വെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ശരീരത്ത് ടോക്സിനായിട്ട് കിടക്കുന്ന പല കാര്യങ്ങളുടെയും ഒരു ഇമ്പാക്റ്റ് നമ്മളുടെ സ്വെറ്റിനുണ്ടാവും. നല്ലൊരു ഇമ്പാക്റ്റ് നമ്മളുടെ സ്വെറ്റിനുണ്ടാവും. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിലും നമ്മൾക്ക് സ്വെറ്റിന് ബാഡ് സ്മെൽ ഉണ്ടാവും. നമ്മുടെ ഗട്ട് ഹെൽത്ത് ശരിയല്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ സ്വെറ്റിന് ബാഡ് സ്മെൽ ഉണ്ടാവും. നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലും നമ്മൾ ഒരുപാട് വിയർക്കുകയും നമ്മൾക്ക് ഡൈജഷൻ പവർ കുറയുകയും ഒക്കെ ചെയ്യുന്നത് കാരണം നമ്മളുടെ വിയർപ്പിന് നമ്മളുടെ ബോഡിക്ക് ഒരു വല്ലാത്ത ബാഡ് സ്മെൽ ഉണ്ടാവും. കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ലോട്ട് ഓഫ് ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കുക, നിറച്ച് ഫ്രൂട്ട്സ് കഴിക്കുക, നിറയെ വെള്ളം കുടിക്കുക, കോക്കനട്ട് വാട്ടർ കുടിക്കുക. ഇതൊക്കെയും നമ്മളുടെ വയറിനെ ശുദ്ധമായി വയ്ക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ കുറച്ച് ഹോട്ട് വാട്ടറിൽ ഹണി ഒഴിച്ച് ലൈം ഒഴിച്ച് നമ്മൾക്ക് കഴിക്കാം. അതല്ലാതെ അത് മാത്രം കൊണ്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞു എന്ന് തീരുമാനിക്കരുത്. അതല്ലാതെ തന്നെ നിറയെ വെള്ളം കുടിക്കുക, ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കുക. ഇതൊക്കെ നല്ലതാണ്. ഫൈബർ അടങ്ങിയ ഫുഡ് എന്താണെന്ന് ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. കുറച്ച് ഫൈബർ അടങ്ങിയ ഫുഡ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം കുറച്ച് ഫൈബർ അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചൊന്ന് ഒഴിവാക്കണം, മൈദ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്സ് വയറ്റിൽ പോയി ഒട്ടിയിരിക്കും കുടലിൽ. അതുപോലെ തന്നെയാണ് മൈദയും. ഇതൊക്കെ അവിടെ ഇരുന്ന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ടും ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ നമ്മളുടെ സ്വെറ്റിന് ഒരു വെരി ബാഡ് സ്മെൽ തരും. അതിനാണ് ഗട്ട് ഹെൽത്ത് എപ്പോഴും കറക്റ്റായിട്ട് നോക്കണമെന്നും ഒക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മളുടെ ഈ ഒരു ഏജിൽ, മെനോപ്പസ് ഏജിൽ ഇതൊക്കെ വളരെ കൂടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിക്ക് നല്ല ഒരു സ്മെല്ലുണ്ടാകും. രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾക്ക് ഫുഡ് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് പ്രോട്ടീൻ കഴിക്കാവുന്നതാണ്. 200 മില്ലി വാട്ടറിൽ പ്ലാന്റ് പ്രോട്ടീൻ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുഡ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് അല്ലെ മെനോപ്പസ് പീരീഡിൽ ഉണ്ടാകുന്ന പ്രോട്ടീൻ ലോസസിനെയൊക്കെ നന്നായിട്ടൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിലാണ് ഇത് കഴിക്കേണ്ടത്. പ്ലാന്റ് പ്രോട്ടീൻ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് വിട്ടേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. 200 മില്ലി വാട്ടറിൽ കഴിക്കുകയാണെങ്കിൽ സ്കിന്ന് ഗ്ലോ ആകും, ഹെയറിന് നല്ല ഹെൽത്താണ്. അതുപോലെ തന്നെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആകുകയും നമ്മൾക്ക് നല്ല ഒരു സ്വെറ്റിന് നല്ല ഒരു സ്മെല്ല് കിട്ടുകയും നമ്മളുടെ ബോഡിക്ക് ഒരു ബാഡ് സ്മെല്ലില്ലാതെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണത്. ഇതിലൊരിക്കലും ഷുഗർ ഇട്ട് കഴിക്കരുത്. പിന്നെ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാം, നിങ്ങളൊന്ന് ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സ്മെല്ലിന് ആ ബാഡ് ഹെവി ആയിട്ടുള്ള സ്മെല്ലങ്ങ് മാറും. നിറയെ പേരും ഷുഗർ നിർത്തിക്കഴിഞ്ഞ് അവരുടെ ബോഡി സ്മെല്ല് നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല ഒരു ബോഡി സ്മെല്ല് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ബാഡ് സ്മെല്ലില്ലാതെ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് ബാഡ് സ്മെൽ വിയർപ്പിലുണ്ടാകുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. വെളുത്തുള്ളി ഭയങ്കരമായിട്ട് നമ്മൾക്ക് വിയർപ്പ് നാറ്റം ഉണ്ടാക്കും. ഒനിയൻ, അതായത് സബോള, ഉള്ളി വർഗ്ഗങ്ങൾ എല്ലാം തന്നെ നമ്മൾ എത്രമാത്രം കൂടുതൽ കഴിക്കുന്നോ അത്രമാത്രം നമ്മൾക്കൊരു ബാഡ് സ്മെല്ല് ബോഡിയിൽ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് കോളിഫ്ലവർ കഴിച്ചാൽ ഈവൻ ദോ ഹെൽത്തിന് ഗുഡ് ആണെങ്കിൽ കൂടെ കോളിഫ്ലവർ കഴിക്കുമ്പോഴും നമ്മൾക്കൊരു വെരി ബാഡ് ബോഡി ഓർഡർ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെയാണ് റെഡ് മീറ്റ്,
കഫെയിൻ, കോഫി കൂടുതൽ കഴിക്കുക, പിന്നെ ആൽക്കഹോൾ കഴിക്കുന്നവർക്കൊക്കെയും തന്നെ ഇതുപോലെ ബാഡ് സ്മെൽ ഉണ്ടാകും. കാരണം നമ്മൾ അകത്തോട്ട് എന്ത് കഴിക്കുന്നു അതിൻ്റെ ടോക്സിൻസ് ആണ് വെളിയിലോട്ട് വരുന്നതെന്നുള്ളത് കൊണ്ട് ഇതൊക്കെയും നമ്മൾക്ക് ബാഡ് സ്മെൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫുഡാണ്. ബ്രോക്കോളി, കോളിഫ്ലവർ ഒക്കെ ശരീരത്തിന് നല്ലതാണെങ്കിൽ തന്നെയും ഇത് നമ്മൾക്ക് ഇങ്ങനെയൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക ഒക്കേഷനിൽ പോകുന്ന സമയത്ത് അതിന് ആ ഒരു 2 ദിവസം മുന്നേ തന്നെ ഇങ്ങനത്തെ ഫുഡൊക്കെയും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അതിൻ്റെ സ്മെല്ല് നമ്മളുടെ ബോഡിയിലുണ്ടാകും. കോളിഫ്ലവർ 2 ദിവസം പുറത്ത് വെച്ചിരുന്നാൽ തന്നെ നമുക്കറിയാം എത്ര ബാഡ് സ്മെല്ലാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് അത് നമ്മളുടെ വയറ്റിനകത്തോട്ട് ചെന്ന് കഴിയുമ്പോഴും നമ്മൾക്ക് കുറച്ച് ബാഡ് സ്മെൽ നമ്മുടെ ശരീരത്തിനുണ്ടാകാൻ സാധ്യതയുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് നമ്മളുടെ ബോഡിയെ, നമ്മുടെ ശരീരത്തിൻ്റെ സ്മെല്ലിനെ ഒന്ന് നന്നാക്കാൻ പറ്റും. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ സ്മെല്ല് ഓൾമോസ്റ്റ് 48 hours നമ്മുടെ ശരീരത്തുണ്ടാവും. അപ്പോൾ ബോഡിക്ക് നല്ല സ്മെല്ലുണ്ടാകാൻ എന്താണ് നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ വാട്ടർ, നിറയെ വാട്ടർ കുടിക്കുക. പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് നിറയെ കഴിക്കുക. ബെറീസ് നിറയെ കഴിക്കുക. മൾബറി അല്ലെങ്കിൽ സ്ട്രോബെറി, ബ്ലൂബെറി, അങ്ങനെ നിറയെ ബെറീസ് ഉണ്ട്. വൈറ്റമിൻ സി അടങ്ങുന്ന ഫ്രൂട്ട്സ് നിറയെ കഴിക്കുക. ഇതൊക്കെ നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിന് നല്ലൊരു സ്മെല്ല് തരാൻ കഴിവുള്ള ഒന്നാണ്. ബെറീസ് ഒക്കെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രൈവറ്റ് ഏരിയയിലൊക്കെ ബാഡ് സ്മെല്ലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്മെല്ലെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സാണ് ഇതൊക്കെ. ഇതൊക്കെയും സ്ഥിരമായി കഴിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് ചീരവർഗ്ഗങ്ങൾ ഏറ്റവും കൂടുതൽ ഫൈബറുള്ള ഒരു വെജിറ്റബിളാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി തന്നെ നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് നല്ല സ്മെല്ലുണ്ടാകാനും, നിങ്ങൾക്ക് പ്രൈവറ്റ് ഏരിയയിലൊക്കെ വളരെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ബോഡി ഓർഡർ നന്നായിട്ട് കൊണ്ടുപോകാനും, ഫൈബർ കൂടുതലുള്ളതുകൊണ്ട് നമ്മളുടെ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും, കോൺസ്റ്റിപ്പേഷൻ വരാതെ നമ്മളെ സഹായിക്കുന്നതുമൊക്കെയാണ് ചീരവർഗ്ഗങ്ങൾ. എല്ലാ ചീരവർഗ്ഗങ്ങളും തന്നെ ഒരുപാട് ഇട്ട് ഇങ്ങനെ വേവിച്ച് നശിപ്പിക്കാതെ ചെറുതായിട്ടൊരു സ്റ്റീം കയറ്റിയിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മളുടെ സ്മെല്ലിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടുള്ള ഒന്നാണ് നമ്മുടെ ഹോർമോൺസ്. നമ്മൾ തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് പീരിയഡ്സ് ടൈമിൽ നമുക്ക് ബോഡിക്ക് വേറൊരു സ്മെല്ലായിരിക്കും. അത് നമ്മൾക്ക് ആ സമയത്ത് ഹൈജീൻ വാഷ് വെച്ച് വാഷ് ചെയ്യാം. അത് കുറച്ചൊക്കെ നമ്മളെ സഹായിക്കും. ആ സമയത്ത് കുറച്ച് ഇതുപോലത്തെ ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക. എഗ്ഗ് അവോയ്ഡ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ വെജിറ്റബിൾസൊക്കെ ആ സമയത്ത് മാത്രം അവോയ്ഡ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. വെജിറ്റബിൾസ് ഒന്നും നമ്മൾക്ക് ആവശ്യമുള്ളതാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾക്ക് അങ്ങനത്തെ ഫുഡ് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് തൈറോയ്ഡ് ഉണ്ട്, PCOD ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർക്കും ബോഡിക്കൊരു സ്പെഷ്യൽ ഒരു സ്മെല്ലുണ്ടായിരിക്കും. കാരണം അവരുടെ ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫുഡിനെ തന്നെയാണ്. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് നിറയെ കോക്കനട്ട് വാട്ടർ കുടിക്കുക. കോക്കനട്ട് വാട്ടറൊക്കെ നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആണ്. അറിയത്തില്ല, കോക്കനട്ട് വാട്ടർ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. ഞാൻ നോക്കട്ടെ, ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് വിട്ടേക്കാം. അതുപോലെ തന്നെ അതുപോലത്തെ ഡ്രിങ്ക്സൊക്കെയും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വീണ്ടും ബോഡി ഓർഡർ ഉണ്ട്, ബാഡ് സ്മെൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കണ്ട് നിങ്ങളുടെ ഹോർമോൺ ലെവൽ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഹോർമോൺ എപ്പോഴും റെഗുലേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഞാൻ പറയുന്ന ആൻറ്റി-ഏജിങ്ങിൽ മാത്രമല്ല, എല്ലാവരും തന്നെ നമ്മൾക്ക് എന്തെങ്കിലും അങ്ങനെ ബോഡി ഓർഡർ ബാഡായിട്ടുണ്ട്, പ്രൈവറ്റ് പാർട്ടിൽ മാത്രമല്ല, നമ്മൾക്ക് അണ്ടർ ആംസിലും ഒക്കെ ബോഡി ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെയും ഒന്ന് ചെക്ക് ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ എന്താണ് കഴിക്കുന്നത്, എന്താണ് കുടിക്കുന്നത് എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ എല്ലാം പുറമെ നമ്മളുടെ ഹൈജീൻ ഹാബിറ്റ്സ് കൂടെ നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ എന്തൊക്കെയാണ് അതിനുവേണ്ടി പ്രിക്കോഷൻസ് എടുക്കുന്നതെന്ന് ഞാൻ പറയാം. നമ്മൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ന്യൂക്ക് ആൻഡ് കോർണർ ഓഫ് ദ ബോഡി നല്ല ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രൈവറ്റ് ഏരിയ മാത്രമാണ്. അല്ല, എത്ര പേര് നിങ്ങളുടെ കാതിൻ്റെ പുറകുവശം ഡെയിലി വൃത്തിയാക്കാറുണ്ട്? കാതിൻ്റെ ബാക്ക് വശം, ഇയർ നന്നായിട്ട് വൃത്തിയാക്കുക. കാതിൻ്റെ ചെവിക്കൊട എന്ന് പറയത്തില്ല, അത് മൊത്തം നന്നായിട്ട് വൃത്തിയാക്കുക. കുളിക്കുമ്പോൾ മാത്രമല്ല, കുളിച്ചു കഴിഞ്ഞും നമ്മൾ അവിടെ തുടയ്ക്കാൻ മറക്കരുത്. ബോഡി ഫുള്ള് എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കുക. ഒരിക്കലും വെറ്റായിട്ടിരിക്കാൻ പാടില്ല. ബാത്റൂം, വാഷ്റൂം പോയിട്ട് യൂറിനേറ്റ് ചെയ്തിട്ട് വരുമ്പോഴാണെങ്കിലും ഒരിക്കലും വെറ്റായിട്ടിരിക്കുന്നതായിട്ട് പാടില്ല. നന്നായിട്ട് ഡ്രൈ ആക്കാൻ ശ്രമിക്കുക. ചെറുതായിട്ടൊരു കോട്ടൺ ക്ലോത്ത് വെച്ച് തുടച്ചാൽ മതിയാവും. അതിനുവേണ്ടി ഹെയർ ഡ്രയർ ഒന്നും വെച്ച് ഡ്രൈ ആക്കരുത്. ഡ്രൈ ആയിട്ടിരിക്കണം. പാൻറ്റീസ് നനഞ്ഞിരിക്കാൻ പാടില്ല. ഇതൊക്കെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്ടീരിയ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതൊക്കെ. എപ്പോഴും ഡ്രൈ ആയിട്ട് വയ്ക്കുക. പ്രൈവറ്റ് പാർട്ടൊക്കെ വെറ്റാകാതിരിക്കാനും ഡ്രൈ ആയിട്ട് വയ്ക്കാനും
സേഫ് ആയിട്ടിരിക്കാനും ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പീരീഡ്സ് പാൻറ്റീസ് യൂസ് ആൻഡ് ത്രോ പാൻറ്റീസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ നല്ലതാണ്. നമ്മൾ പാൻറ്റീസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ്. ഒരു 2 ആഴ്ചയിൽ കൂടുതൽ ഒരു പാൻറ്റി യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എപ്പോഴും പാൻറ്റീസ് മാറ്റിക്കൊണ്ടേയിരിക്കണം. നമ്മളുടെ ഡ്രസ്സ് പഴകിക്കൊണ്ടിരിക്കും തോറും അതിൽ ബാക്ടീരിയ വന്നു പെടാൻ വളരെ സാധ്യത കൂടുതലാണ്. എത്ര നമ്മൾ വാഷ് ചെയ്ത് ഉണക്കി വെച്ചിരുന്നു എന്ന് പറഞ്ഞാലും ഡ്രസ്സ് പഴകും തോറും നമ്മൾക്കതിൽ ബാക്ടീരിയ വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് 2 ആഴ്ചയിലോ 3 ആഴ്ചയിലോ ഒരിക്കൽ ഫുൾ പാൻറ്റീസ് ബ്രായുടെ സെറ്റൊക്കെ മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ യൂസ് ആൻഡ് ത്രോ പാൻറ്റീസ് അവൈലബിൾ ആണ്. അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുകയോ 6 hours സ്കൂളിൽ നിങ്ങൾ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ, ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അതുപോലത്തെ പാൻറ്റീസ് ഉപയോഗിക്കുന്നത് വളരെ കംഫർട്ടബിളാണ്, വളരെ സേഫാണ്. ഇനി ഇൻ കേസ് അറിയാതെ പീരീഡ്സ് വന്നാൽ കൂടെ അത് വളരെ സേഫാണ്. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് വിട്ടേക്കാം, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. അത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ എനിക്കറിയാവുന്ന റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ അത് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളാണത്. ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ വിട്ടുപോകുന്നത്? ചെവിയുടെ ബാക്ക് സൈഡ്, നമ്മളുടെ പൊക്കിള്, അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ മടക്കുകൾ, അല്ലെങ്കിൽ ഒരു വയറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ടമ്മി ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഭാഗത്തൊക്കെയുള്ള മടക്കുകളൊക്കെ വളരെ ഹൈജീനായിട്ട് സൂക്ഷിക്കണം, നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണം. വേർപ്പ് നിന്ന് തങ്ങി അവിടെ കുറച്ച് റെഡ് കളർ വന്ന് റാഷസ് ഉണ്ടാവാതെ അങ്ങനെ ഉള്ള പാർട്ടുകളെല്ലാം തന്നെ വളരെ നീറ്റായിട്ട് ക്ലീനായിട്ട് സൂക്ഷിക്കണം. പിന്നെ നിങ്ങളുടെ നെയിൽസ്, എസ്പെഷ്യലി നെയിൽസൊക്കെ നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുക. നെയിൽസ് ബോഡി ഓർഡർ വരാനുള്ള കാരണമല്ല, പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാതിൻ്റെ പിറകും ഒക്കെ വളരെ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വെറ്റ് ടിഷ്യൂ വെച്ച് നിങ്ങൾക്ക് തുടയ്ക്കുകയും ചെയ്യാം. വെറ്റ് ടിഷ്യൂ വാങ്ങിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കാവുന്നതാണ്. ബെല്ലി ബട്ടണിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും 2-3 ഡ്രോപ്പ് ആവണക്കെണ്ണ ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. സ്കിന്നിൻ്റെ ഗ്ലോയ്ക്കും ഹെൽത്തിനും ഗഡ് ഹെൽത്തിനും ഒക്കെ തന്നെ വളരെ നല്ലതാണത്. പിന്നെ നിറയെ പേരും വൃത്തിയാക്കാൻ മറന്നു പോകുന്ന ഒരു ഏരിയയാണ് കഴുത്തിൻ്റെ പുറകുവശം. കഴുത്തിൻ്റെ പുറകുവശം ഓവറായിട്ട് തുടച്ച് ചകരിയിട്ട് കുളിച്ചിട്ട് തേച്ചിട്ട് റാഷസ് വരുത്തുന്നവരുമുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾക്കൊരു വെറ്റ് ടിഷ്യൂ വാങ്ങിച്ച് വെച്ചാൽ കഴുത്തിൻ്റെ പുറകെ, കാതിൻ്റെ മടക്ക്, കാതിൻ്റെ കുടകൾ, അല്ലെങ്കിൽ ഫോൾഡ് ഉള്ള സ്ഥലത്ത്, ശരീരം ഇങ്ങനെ ഫോൾഡായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വെറ്റ് ടിഷ്യൂ വെച്ച് തുടക്കുന്നത് നല്ലൊരു ഹാബിറ്റാണ്. അത് നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ എന്ന് വെച്ചാൽ അത് വെച്ച് തുടയ്ക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ അടിയിൽ ഒക്കെ നന്നായിട്ട് വെറ്റ് ടിഷ്യൂ വെച്ച് തുടച്ച് വൃത്തിയായിട്ട് വെക്കണം. പിന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മളുടെ കാൽപാദത്തിൻ്റെ അടിവശം. 80% ഓഫ് ദ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറുന്നത് പാദത്തിൽ കൂടിയാണ്. പാദം വെറുതെ സോപ്പ് വാട്ടറിലൊന്നും ഒഴിച്ച് വെക്കേണ്ട. ചെറിയ മൈൽഡ് ലൂക്ക് വാം വാട്ടറിൽ 1-2 ഡ്രോപ്സ് ഷാമ്പു, 2-3 ഡ്രോപ്സ് ലൈം ജ്യൂസ്, പിന്നെ പിഞ്ച് ഓഫ് സാൾട്ട്, കല്ലുപ്പാണെങ്കിൽ ഏറ്റവും നല്ലത്, ഇട്ടിട്ട് ഡെയിലി തന്നെ കാല് ഡിപ്പ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. കുളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഭാഗത്ത് കാല് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് കുളിക്കുക. എന്നിട്ട് നന്നായിട്ട് പ്യൂമിക് സ്റ്റോൺ വെച്ച് ഉരച്ച് കഴുകണം. പ്യൂമിക് സ്റ്റോൺ വെച്ച് ഉരച്ച് കഴുകുന്നത് വളരെ നല്ലതാണ്. ഡെഡ് സെൽസിനെയൊക്കെ മാറ്റാനും നമ്മുടെ കാലിനടിയിൽ ചിലർക്കൊക്കെ വല്ലാത്തൊരു നാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് സോക്സ് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി തന്നെ സോക്സ് മാറ്റാൻ ശ്രമിക്കണം. നമ്മുടെ കാല് വല്ലാതെ വിയർക്കും. നമ്മൾക്ക് അറിയാഞ്ഞിട്ടാണ്. ആ വിയർപ്പും എല്ലാം കൂടെ ചേർന്ന് വല്ലാത്ത ബാക്ടീരിയ ഫോം ആകുന്നതുകൊണ്ടാണ് ആ ഒരു വല്ലാത്ത സ്മെല്ലുണ്ടാകുന്നത്. ഇതൊക്കെയും നമ്മൾ നന്നായിട്ട് കെയർഫുള്ളായിട്ട് നോക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ സാൻഡൽസ് ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും, ചുമ്മാ ചപ്പൽ ഉപയോഗിക്കുന്നവർ, വെളിയിൽ ഷൂ ഉപയോഗിക്കുന്നവർ, ആരൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും കാല് നന്നായിട്ട് ഒരു 5 മിനിറ്റ് കുളിക്കുന്ന സമയത്ത് കുറച്ച് ചൂടുവെള്ളം എടുത്ത് കാല് ഡിപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് കുളിക്കാമല്ലോ. പിന്നെ ഇരുന്നുകൊണ്ട് കുളിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഒരു സ്റ്റൂളിലൊക്കെ ഇരുന്നുകൊണ്ട് കുളിക്കുമ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കുറച്ച് ഇരുന്നുകൊണ്ട് കുളിക്കുന്ന ഈ ഒരു ഏജിൽ സേഫാണ്. അതേസമയം അതൊരു യോഗയാണ്. നിങ്ങൾക്ക് ചടിപടാന്ന് കുളിച്ചിട്ട് വരാതെ കെയർഫുള്ളായിട്ട് ഓരോരോ പാർട്ടും ശ്രദ്ധിച്ച് വൃത്തിയാക്കി കുളിച്ചുകൊണ്ട് വരാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചന്ദനം പോലെ നമ്മളുടെ ശരീരം എപ്പോഴും നല്ല സ്മെല്ലുണ്ടാവും. സ്വെറ്റ് ചെയ്യുന്നത് മാത്രമോ അല്ലെങ്കിൽ നനഞ്ഞത് കൊണ്ട് മാത്രമോ അല്ല നമ്മൾക്ക് ഈ ഒരു ബാഡ് സ്മെൽ ഉണ്ടാകുന്നത്. ബാക്ടീരിയയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ബാഡ് സ്മെല്ലാണ്. നമ്മൾ പാൻറ്റീസ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ പാൻറ്റീസ് തിരഞ്ഞെടുക്കാൻ നോക്കുക. ഓക്കെ, ജോക്കിയുടെ പാൻറ്റീസ് നല്ലതാണ്, കംപ്ലീറ്റ്ലി കോട്ടൺ ആണ്. നനവായിട്ടിരിക്കുന്നത് മാത്രമല്ല, നമ്മൾക്ക് സ്വെറ്റ് ആകുന്നത് മാത്രമല്ല നമ്മൾക്ക് ബോഡിക്ക് ബാഡ് സ്മെൽ ഉണ്ടാകുന്നത്. ആ നനഞ്ഞ ഭാഗത്ത് ബാക്ടീരിയ ഫോം ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്
നമ്മളുടെ ബോഡിയെ ഉണക്കി വെക്കാൻ ശ്രമിക്കുക. കുളിച്ച് കഴിഞ്ഞാൽ മുടി ഉണക്കാൻ ശ്രമിക്കുക. ഡ്രയർ ഇട്ടില്ലെങ്കിൽ കൂടെ സൺലൈറ്റിൽ പോയി നിന്ന് മുടി ഉണക്കുന്നത് വളരെ നല്ലതാണ്. വൈറ്റമിൻ ഡി നമ്മൾക്ക് കിട്ടാനുള്ള നല്ലൊരു സോഴ്സാണ്. മുടിക്കും നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. മുടി വിരലുകൾ ഇങ്ങനെ വിട്ട് വിട്ട് കോതി ഉണക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഓറൽ ഹൈജീൻ എന്ന് പറയുന്നത്, നമ്മുടെ വായുടെ ഹൈജീൻ. ഏറ്റവും കൂടുതൽ ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ ഫോം ആകുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് വായാണ്. നമ്മൾ വിചാരിക്കും പ്രൈവറ്റ് പാർട്ടാണെന്ന്. അല്ല, നമ്മളുടെ വായിലാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ ഉണ്ടാകുന്നത്. STD എന്ന് കേട്ടിട്ടില്ലേ, സെക്സ്വൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. അത് ഏറ്റവും കൂടുതൽ പകരുന്നത് വായിൽ കൂടിയാണെന്നാണ് പറയുന്നത്. അത്രയ്ക്കും ബാക്ടീരിയയാണ് നമ്മുടെ വായിൽ ഫോം ആകുന്നത്. അതുകൊണ്ട് ദിവസവും 2 പ്രാവശ്യം പല്ല് തേക്കാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ ടങ്ക് ക്ലീൻ ചെയ്യാൻ മറക്കരുത്. ടങ് ക്ലീനർ ടേസ്റ്റ് ബഡ്സിനെ നശിപ്പിക്കുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതല്ലാത്ത ടങ് ക്ലീനർ ഉണ്ട്. ടങ് ക്ലീനർ വെച്ച് തന്നെ വായി ക്ലീൻ ചെയ്യാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. വായി അങ്ങനെ ക്ലീൻ ചെയ്യുന്നവരുടെയും അല്ലാത്തവരുടെയും ഡിഫറൻസ് നമുക്ക് തന്നെ അറിയാം. നമ്മളുടെ 50% കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്മെല്ല് തന്നെയാണ്. എസ്പെഷ്യലി വായുടെ സ്മെല്ല്. വായി നാറ്റം ഉള്ളവരുടെ അടുത്ത് സംസാരിക്കാൻ നമ്മൾക്ക് ആർക്കും തന്നെ താല്പര്യമില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒട്ടും പറ്റാറില്ല. നമ്മൾക്ക് പനിയൊക്കെ ഉള്ളപ്പോൾ, നമുക്ക് തന്നെ പനിയുടെ സ്മെല്ലുള്ളപ്പോൾ നമ്മൾക്കറിയാം നമ്മൾക്ക് എത്ര കോൺഫിഡൻസ് കുറവാണ് ആൾക്കാരോട് സംസാരിക്കാമെന്ന്. അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. മന്ത്ലി വൺസ്, 2 months വൺസ് അല്ലെങ്കിൽ കൂടെ നമ്മളുടെ പല്ല് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. ബോഡി ഓർഡറിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടുള്ള ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ. ഇനിയിപ്പോൾ സമ്മറാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എന്താണെന്നുള്ളത്. ഓക്കെ, നൈലോൺ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്വെറ്റ് അവിടെ തന്നെ ആ ഡ്രസ്സ് സ്വെറ്റ് വലിച്ചെടുക്കാതെ നമ്മുടെ ബോഡിയിൽ തന്നെ ഇരുന്നിട്ട് ബാക്ടീരിയ ഫോം ആകുകയും ബാഡ് സ്മെൽ ഉണ്ടാകുകയും ചെയ്യും. സോ കോട്ടൺ ഡ്രസ്സ് തന്നെ, ബ്രീത്തബിൾ ഫാബ്രിക്കിലുള്ള ഡ്രസ്സ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓരോ സീസൺ അനുസരിച്ച് എന്ത് ഡ്രസ്സാണ് ഇടേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് യൂസ് ചെയ്യുക. ബോഡിക്ക് നല്ല സ്മെല്ല് തരാനും നല്ല ആരോഗ്യം തരാനും ചർമ്മത്തിന് തിളക്കം തരാനും സ്മെല്ലൊന്നുമില്ലാതെ നമ്മുടെ ബോഡിയെയും ബോഡിയുടെ മടക്കുകളെയും കാതിനെയും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത്. പണ്ടത്തെ കാലത്തൊക്കെ തേച്ചുകുളി ഇല്ലാതെ ഒരു കുളിയില്ല. നമ്മൾ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും തേച്ച് കുളിക്കണം. നമ്മളുടെ സൗന്ദര്യകാന്തി ഓയിൽ അതിന് വളരെ നല്ലതാണ്. ബോഡി ഫുള്ള് നല്ല ഒരു സ്മെല്ല് കിട്ടാനും ബോഡിക്ക് ഒരു ഉണർവ് കിട്ടാനും സ്വെറ്റ് ഗ്ലാൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമ്മളുടെ ബോഡിയുടെ മടക്കുകളിലും കൈക്കുഴികളിലും കാതിൻ്റെ പുറകിലും ഒക്കെ അത് വെച്ച് മസാജ് ചെയ്തിട്ട് കാലിൻ്റെ ഉള്ളിലും ഒക്കെ മസാജ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ഇരുന്നിട്ട് ഇഞ്ച തേച്ച് നമ്മളുടെ നലങ്കുമാവ് വെച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ബോഡിക്ക് ഒരു ബാഡ് സ്മെൽ ഉണ്ടാവില്ല. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മൾക്ക് എങ്ങനെയാണ് പെർഫ്യൂം ലെയർ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾക്ക് ഡിയോഡ്രൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ സ്വെറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ല ഒരു സ്മെല്ല് തരാനായിട്ട്. ആം ഹോളിലൊക്കെ കാതിൻ്റെ മടക്കുകളിലൊക്കെ നമുക്ക് റോൾ ഓൺ പെർഫ്യൂം ഡിയോഡ്രൻറ്റ് തേക്കാവുന്നതാണ്. അത് വളരെ നല്ലതാണ്. ഞാൻ ഉപയോഗിക്കുന്ന നിവ്യ ബ്രാൻഡിൻ്റെയാണ്, എനിക്കത് ഇഷ്ടമാണ്. അത് ഒരിക്കലും അണ്ടർ ആമിനെ ബ്ലാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾക്ക് പെർഫ്യൂം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡി ഓർഡറിനെ നമ്മൾക്കൊന്ന് മാനേജ് ചെയ്യാനായിട്ട് 6 hours 5 hours ഒക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇത് വളരെ നല്ലതാണ്. ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പെർഫ്യൂംസ് ഞാൻ പറയാം. ഞാൻ ഗുച്ചിയുടെ 3 പെർഫ്യൂം ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾക്ക് ദൂരത്ത് നിന്ന് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ പോകും. നമ്മളുടെ സറൗണ്ടിങ്സിൽ അതിൻ്റെ മിസ്റ്റ് ഉണ്ടാകണം. ഡ്രസ്സിനെ ചേർത്ത് വെച്ച് ഇങ്ങനെ അടിച്ചാൽ ഡ്രസ്സിൽ സ്റ്റെയിൻ ആകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ അടിക്കുന്ന പാട് മാറാതെ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സോ ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമിൽ എനിക്കിഷ്ടപ്പെട്ട ഒന്നാണ് ഗുച്ചിയുടെ പെർഫ്യൂം. ഗുച്ചി വളരെ നല്ലതാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പെർഫ്യൂമാണ് നർസിസോ ഫോർ ഹിം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നർസിസോയുടെ ഒരു മസ്ക് ഉണ്ട്, ഒരു ചോക്ലേറ്റ് ഉണ്ട്, ഒരു പിങ്ക്, ഒരു ലാവൻഡർ കളർ, ഒരു പീച്ച് കളറുണ്ട്. ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് കിട്ടിയ കോംപ്ലിമെൻറ്റിലെ ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ് ഈ 2 പെർഫ്യൂം ഉപയോഗിക്കുമ്പോഴാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. വർഷങ്ങളായിട്ട് ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ലെയർ ചെയ്യാം പെർഫ്യൂംസ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പെർഫ്യൂമാണ് ബ്ലൂ ലേഡി ഇഷ്ടമാണ്, കൂൾ വാട്ടർ ഇഷ്ടമാണ്. പിന്നെ നമ്മൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ മസ്ക് ഇഷ്ടമാണ്, ആക്സിൻ്റെ. സോ അങ്ങനെ നമ്മൾക്ക് പല പെർഫ്യൂംസും നമുക്ക് ഉപയോഗിക്കാം. പെർഫ്യൂം നമുക്ക് ലെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് ആംപിറ്റിലൊക്കെ നിവ്യയുടെ റോൾ ഓൺ ഉപയോഗിക്കാം. എനിക്കിഷ്ടമാണത് കേട്ടോ. കാർമേസിയുടെ പെർഫ്യൂം നല്ലതാണ്. കാതിൻ്റെ പുറകിൽ ഉപയോഗിക്കാം. നമ്മൾ പൾസ് പോയിന്റിലൊക്കെയും തന്നെ എപ്പോഴും പെർഫ്യൂം ഈ റോൾ ഓൺ ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾക്ക് ഇന്ത്യൻസിന് ഇല്ലാത്ത ഒരു ശീലമാണ് കുളിച്ച് കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ഫ്ലോറൽ പെർഫ്യൂം ആണെങ്കിൽ ഗുച്ചിക്ക് ഒരു ഫ്ലോറൽ പെർഫ്യൂം ഉണ്ട്, അതും വളരെ നല്ലതാണ്. അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്
നമ്മൾക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ ലേഡി ഉപയോഗിക്കാം. ബ്ലൂ ലേഡിയും വളരെ നല്ലതാണ്. കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്ന ഉടനെ തന്നെ ഒന്ന് പെർഫ്യൂം അടിക്കുന്നത് നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമ്മളുടെ സ്മെല്ലിനെ. പിന്നെ നമ്മുടെ സ്മെല്ലിൻ്റെ ഒരു 50% നമ്മുടെ ഹെയറിൻ്റെ സ്മെല്ലാണ് അല്ലേ. പഴയ കാലത്ത് പറയാറുണ്ട് പാർവതിയുടെ സ്മെല്ലിന് പാരിജാതത്തിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. സോ നമ്മൾക്കും അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളുടെ ഹെയർ കെയർ പാക്ക് നല്ല സ്മെല്ലുള്ളതാണ്. നിങ്ങൾ അത് തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും. പിന്നെ തേച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു സിറം ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. മുടി നനഞ്ഞിരിക്കുമ്പോൾ തന്നെ സിറം അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കൊന്ന് ഡ്രൈ ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹെയർ ഒരിക്കലും നനഞ്ഞ് കെട്ടി വെക്കരുത്. ബാക്ടീരിയ ഉണ്ടാകുകയും പൂപ്പലുണ്ടാകുകയും ഒക്കെ ചെയ്യും നമ്മളുടെ ഹെയറിന്. ഹെയർ എപ്പോഴും അല്ല ഡ്രൈ ആണെന്ന് ഉറപ്പുവരുത്തുക. നല്ല ബയോലോഗിൻ്റെ സിറം നല്ലതാണ്. ട്രസ്മിയുടെ സിറം നല്ലതാണ്. ട്രസ്മിയുടെ ചോക്ലേറ്റ് സ്മെല്ലുള്ള സിറമുണ്ട്. ഇതൊക്കെയും നിങ്ങൾക്ക് നല്ലതാണ്. ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ വാഷ് പൗഡർ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഹെയറിന് ബൗൺസി ഫീലിംഗ് കൊടുക്കാനും തിക്ക് ഹെയർ തോന്നാനും അല്ലെങ്കിൽ നല്ല ഒരു തിളക്കം ഹെയറിന് തരാനും ഒക്കെ നമ്മളുടെ ഹെയർ പാക്കുകൾ, കുമ്മട്ടിക്ക ഹെയർ പാക്ക്, മുരിങ്ങ ഹെയർ ബട്ടർ, നമ്മുടെ ഹെയർ കെയർ പാക്ക് എല്ലാം തന്നെ നല്ലതാണ്. അത് തേച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെയർ സിറംസ് ബയോലോഗ് വളരെ നല്ലതാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഹെയർ സിറമിൽ ഒന്നാണ് ബയോലോഗ്. അത് വളരെ നല്ലതാണ്. ട്രസ്മിയുടെ ഞാൻ പറഞ്ഞ പോലെ അതും വളരെ നല്ലതാണ്. ഇതൊക്കെ യൂസ് ചെയ്യൂ റെഗുലറായിട്ട്. നിങ്ങൾക്ക് നല്ല ഒരു സ്മെൽ, നിങ്ങൾ പോകുന്നിടത്തൊക്കെയും ഭയങ്കര ഒരു സ്പ്രിംഗ് സീസൺ വന്ന പോലെ ഒരു സ്മെല്ലുണ്ടാവും. പിന്നെ സ്മെല്ലിങ് ഗുഡായിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്കൊരു മിനി കിറ്റ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ബോഡി വാഷ് ചെയ്യാനായിട്ട് നലങ്കുമാവ് എടുത്ത് വെക്കാം. ഹെയർ വാഷ് ചെയ്യാനായിട്ട് ഹെയർ കെയർ പൗഡർ എടുത്ത് വെക്കാം. നിങ്ങൾക്ക് നല്ലൊരു പെർഫ്യൂം അതിൻ്റെ കൂട്ടത്തിൽ വെക്കാം. നിങ്ങൾക്ക് നിവിയയുടെ റോൾ ഓൺ വെക്കാം. എന്തെങ്കിലും ഒരു ബോഡി മിസ്റ്റ് വെക്കാം. അങ്ങനെ നിങ്ങളുടെ തന്നെ ഒരു മിനി ബോഡി കിറ്റ് പെർഫ്യൂമിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കെയറിന് വേണ്ടി ഒരു കിറ്റ് ഉണ്ടാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ അഡ്രസ്സ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇതൊക്കെ നമ്മൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. നമ്മളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ വേറൊരു പാർട്ടും കൂടാണ് സ്മെല്ലിങ് ഗുഡ്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു വിയേർഡ് സ്മെല്ലുള്ള ആളിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചില്ല അങ്ങനെ നമ്മൾ ചിന്തിക്കും അല്ലേ. അതുപോലെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കരുത് എന്ന് ഡിസൈഡ് ചെയ്യുക. ഇതിനു വേണ്ടി വർക്ക് ചെയ്യുക, ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുക. എപ്പോഴും നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫെമിനൈൻ വാഷ് വെച്ച് നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയ വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞ് ഒരിക്കലും തുടയ്ക്കാതിരിക്കരുത്, തുടയ്ക്കണം. എപ്പോഴും വെറ്റായിട്ടിരിക്കാതിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക. അതുപോലെ ശരീരത്തിൽ ഒരു ഭാഗം തന്നെ ഒരു ഭാഗം തന്നെ നനഞ്ഞിരിക്കരുത്. നനഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തുടച്ച് ഡ്രൈ ആക്കുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ എന്നെയും നിങ്ങളോട് കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ എൻ്റെ കൂടെ കാണും എന്നുള്ള വിശ്വാസത്തോടെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്ന നമ്മുടെ ടേക്ക് കെയർ.